എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മെയ് 26-ാം തീയതിയായ തിങ്കളാഴ്ച കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, അതിൻ്റെ പേരിൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവ് ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സംരംഭങ്ങളെ, സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട് സംസാരിക്കുന്നു? കർത്താവ് എതിരെ വരുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ ഉന്നയിക്കുന്ന, നമ്മുടെ ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, നീ ഒരു ഒരു ന്യായാധിപ സംഘത്തിൽ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകി നടച്ച കർത്താവേ, കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശദീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ, വിശദീകരണത്തിൻ്റെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ, കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു.